പാലിയക്കരയിൽ ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി. പഴയ നിരക്ക് തുടരണം എന്ന ഉപാധിയോടുകൂടിയാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് അനുമതി നൽകിയത്. ഉത്തരവിന് പിന്നാലെ ടോൾ ബൂത്തിന് പോലീസിന്റെ സുരക്ഷ കൂട്ടി. ഹൈക്കോടതി ഉത്തരവ് നിരാശാജനകമെന്ന് ഹർജിക്കാർ പ്രതികരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ സമരങ്ങൾക്കൊപ്പം തന്നെ നിയമപരമായി എടുക്കാവുന്ന ഒരു സമീപനം കൂടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഇത്രയും ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഇടപെടലൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ അന്തിമമായ തീരുമാനം വരുന്നത്. ആ തീരുമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള പോംവഴി. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വിവരങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. യാത്രക്കാർക്ക് സുഗമമായ യാത്രയല്ല, സുരക്ഷയൊരുക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ആമ്പല്ലൂരിൽ ഒരു ചേച്ചി മരണപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരും. 2 ആഴ്ച കഴിയുമ്പോൾ ഇത് കോടതിയിൽ വീണ്ടും ബോധിപ്പിക്കും. ഈ പണി പൂർത്തീകരിക്കുന്നത് വരെ വിലക്ക് തുടരണം എന്ന് തന്നെയുള്ളതാണ് പാർട്ടിയുടെ ആവശ്യം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചതിന് ശേഷം ടോൾ പിരിവ് പുനരാരംഭിക്കാം എന്നൊരു നിലപാടായിരുന്നു കോടതിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ പുരോഗതി കോടതി ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? ഇന്ന് പരിഗണിക്കുമ്പോൾ ടോൾ പിരിക്കാനുള്ള അനുമതി കോടതി നൽകുന്നുണ്ട്, ഉപാധികളോടുകൂടിയാണ്. അങ്ങനെ 71 ദിവസത്തിന് ശേഷം ടോൾ പിരിവ് വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നു. കോടതി ഇതിനെ കണ്ടത് എങ്ങനെയാണ് വിഷ്ണു സുരേഷ്? ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി നിയോഗിച്ചിരുന്നു. കമ്മിറ്റി എല്ലാ തവണയും ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ വിശദാംശങ്ങൾ ഒരു റിപ്പോർട്ടായി ഹൈക്കോടതിക്ക് മുൻപാകെ നൽകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത് നീട്ടിവെക്കുന്ന നടപടിയിലേക്ക്, ടോൾ വിലക്ക് നീട്ടിവെക്കുന്ന നടപടിയിലേക്ക് ഹൈക്കോടതി പോയത്. ഇന്നും ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു അവിടെ പല പ്രദേശങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്, ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പരിഹരിക്കപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സർവീസ് റോഡുകളിലെ അറ്റകുറ്റപ്പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നിലപാട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ടോൾ പിരിക്കാൻ ഉള്ള ഉത്തരവിലേക്ക് പോയത്. 71 ദിവസത്തെ വിലക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഒപ്പം ഹൈക്കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ടോൾ വിലക്ക് ഏർപ്പെടുത്തിയ ഘട്ടത്തിലാണ് ടോളിന്റെ നിരക്ക് ഈ കരാർ നാഷണൽ ഹൈവേ അതോറിറ്റി വർദ്ധിപ്പിച്ചത്. അത് അംഗീകരിക്കാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ടോൾ പിരിക്കണമെങ്കിൽ അത് പഴയ നിരക്കിൽ തന്നെ പിരിച്ചാൽ മതി. ഇത് പൂർണ്ണമായും ശരിയാക്കിയ ശേഷം പുതിയ നിരക്കിന്റെ കാര്യം ആലോചിക്കാം എന്ന നിലപാടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ എന്താണ് നിലവിൽ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി നൽകുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. ഹർജിക്കാരുടെ ആവശ്യം ടോള് പൂർണ്ണമായി റദ്ദ് ചെയ്യണമെന്നാണ്. കാരണം ഈ ടോളിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു, വീണ്ടും വീണ്ടും പിരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം. ഹൈക്കോടതി ആകട്ടെ 2 വിഷയങ്ങൾ ഇതിൽ പരിഗണിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ, യാത്രക്കാർ, അതോടൊപ്പം തന്നെ ഈ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരുടെയും പക്ഷം പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ടോൾ പിരിക്കാം, അത് NHAയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ പഴയ നിരക്കിൽ തന്നെ പിരിക്കണം, പുതിയ നിരക്ക് ഈടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 2 പേരെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടിട്ടൊരു ഉത്തരവാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 2 ആഴ്ചയ്ക്ക് ശേഷം വാദം കേൾക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു സമഗ്ര വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. ശരി, തൽക്കാലം എന്തായാലും ടോൾ പിരിക്കാനുള്ള അനുമതി ഉപാധികളോടെ കോടതി നൽകുന്നുണ്ട്. പഴയ നിരക്കിൽ തന്നെ പിരിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകുന്നുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ വിഷയം വീണ്ടും കോടതിയുടെ മുന്നിലേക്ക് എത്തും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.